ലോക വ്യാപാരത്തിന്റെ പ്രധാന കണ്ണിയാണ് ഹോർമുസ് കടലിടുക്ക്. മിക്ക രാജ്യങ്ങൾക്ക് മുന്നിൽ അത് അടഞ്ഞുകിടക്കുമ്പോഴും തങ്ങൾക്ക് പാത തുറന്നു കിട്ടിയെന്ന അവകാശവാദവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ഉപദേശകൻ യൂറി ഉഷാക്കോവാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. കടലിടുക്കിന്റെ ഗതാഗതം മറ്റ് കപ്പലുകൾക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിലും റഷ്യൻ കപ്പലുകൾക്ക് അവിടെ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2000-ഓളം കപ്പലുകളാണ് പേർഷ്യൻ ഗൾഫിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തെ തുടർന്ന് ഈ മേഖലയിൽ ഗതാഗതം ദുഷ്കരമായി തുടരുകയുമാണ്. എന്നാൽ ഇറാൻ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള ചുരുക്കം ചില കപ്പലുകൾക്ക് മാത്രമാണ് നിലവിൽ ഈ പാതയിലൂടെ കടന്നുപോകാൻ സാധിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ പുതിയ വെളിപ്പെടുത്തൽ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ഇറാൻ, റഷ്യ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ നടത്തിയ ടെലിഫോൺ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഉഷാക്കോവിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ഹോർമുസ് കടലിടുക്കിലെ നാവിക സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാനുമായുള്ള ശക്തമായ സൗഹൃദം റഷ്യയ്ക്ക് തന്ത്രപരമായ മേൽക്കോയ്മ നൽകുന്നുവെന്നാണ് ഈ പുതിയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ യുദ്ധം റഷ്യയ്ക്കാണ് വൻ നേട്ടമുണ്ടാക്കിയതെന്ന് മുൻപും നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. യുക്രൈനുമായി യുദ്ധത്തിലായിരിക്കുമ്പോഴും പശ്ചിമേഷ്യൻ യുദ്ധത്തിലും റഷ്യയ്ക്ക് സാമ്പത്തിക, സൈനിക, ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ അനവധിയാണ്. സംഘർഷം മൂലം ആഗോള എണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് റഷ്യയ്ക്ക് ഏറ്റവും വലിയ നേട്ടമായത്. ഊർജ്ജ വിപണികളെ യുദ്ധം പ്രതികൂലമായി സ്വാധീനിച്ചിരിക്കുകയുമാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗവും നടക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തിരുന്നു. എണ്ണവില ബാരലിന് $100 മുകളിൽ ഉയരുകയും ചെയ്തു. ഇത് റഷ്യയ്ക്ക് ഗണ്യമായ സാമ്പത്തിക ഉത്തേജനം നൽകിയിരിക്കുകയുമാണ്. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം റഷ്യയ്ക്ക് കോടിക്കണക്കിന് ഡോളർ അധിക വരുമാനം ഉണ്ടാക്കിക്കൊടുത്തു. എണ്ണ, വാതക കയറ്റുമതിയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. അതിനാൽ തന്നെ പശ്ചിമേഷ്യൻ യുദ്ധം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല, അധിക വരുമാനം യുക്രൈൻ യുദ്ധത്തിൽ ശക്തമായി നിലകൊള്ളാനും പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാനും റഷ്യയെ സഹായിക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നുമുണ്ട്. എണ്ണ, വാതക വില ഉയർന്ന നിലയിൽ തുടരുമ്പോൾ റഷ്യയ്ക്ക് പ്രതിദിന 10,000 അല്ലെങ്കിൽ 100 ദശലക്ഷം ഡോളർ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ സംഘർഷം എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളിൽ പലതും എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതോടെ റഷ്യൻ എണ്ണ ആഗോള വിപണികളിൽ എത്താൻ അമേരിക്ക താൽക്കാലികമായി അനുവാദവും നൽകി. റഷ്യയെ സംബന്ധിച്ച് ഈ സമയം പ്രധാനവുമാണ്. യുദ്ധച്ചെലവും ഉപരോധങ്ങളും കാരണം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലായിരുന്നു. എണ്ണവില വർധനവും നിയന്ത്രണങ്ങളിലുണ്ടായ ഭാഗിക ഇളവും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതുജീവൻ നൽകുകയായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ച ശേഷം ഫോസിൽ ഇന്ധന കയറ്റുമതിയിലൂടെ റഷ്യ €600 കോടി സമ്പാദിച്ചതായി ചില കണക്കുകൾ മുൻപും പുറത്തു വന്നിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിനു ശേഷമുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ ഫോസിൽ ഇന്ധന വിൽപ്പനയിലൂടെ റഷ്യ €600 കോടി നേടിയതായാണ് കണക്കുകൾ പുറത്തു വന്നത്. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് മാർച്ചിൽ എണ്ണ, വാതകം, കൽക്കരി എന്നിവയുടെ ശരാശരി പ്രതിദിന വിലയിൽ 14% വർധനവ് ഉണ്ടായി. ഇതിനെ തുടർന്ന് റഷ്യയ്ക്ക് മാർച്ച് മാസം മാത്രം €67.2 കോടി അധിക വരുമാനമാണ് ലഭിച്ചത്. ഈ വർധനവിന്റെ ഭൂരിഭാഗവും എണ്ണ വ്യാപാരത്തിൽ നിന്നാണ് എന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലിയർ എയർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ മധ്യേഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ ചുമതലയാണെന്നും ഹോർമുസ് പിടിച്ചെടുക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്നും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. കൂടുതൽ ഉഗ്രവും വിനാശകരവുമായ ആക്രമണങ്ങൾ ശത്രുവിനെ തേടിയെത്തുമെന്നാണ് ഇറാൻ ഇതിനെതിരെ തിരിച്ചടിച്ചത്. തങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ച് യുഎസിന് ശരിക്കറിയില്ല എന്നും ശത്രുക്കൾ കീഴടങ്ങും വരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതോടെ യുദ്ധമുടൻ അവസാനിക്കുമെന്നതിൽ പ്രതീക്ഷ മങ്ങിയിട്ടുമുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ എണ്ണവില വീണ്ടും കൂടിയിട്ടുണ്ട്. ഓഹരികൾ ഇടിഞ്ഞു. ഇറാനെ സംബന്ധിച്ച് സുപ്രധാന വിവരം ട്രംപ് പ്രസംഗത്തിൽ അറിയിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ട്രംപ് ആവർത്തിക്കുകയാണ് ചെയ്തത്. വെടിനിർത്തൽ ധാരണയിലെത്തിയാൽ മാത്രമേ ഹോർമുസ് സുരക്ഷിതമാക്കാൻ സഹായിക്കൂ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാന നിലപാടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.